അജ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് മരട് പോലീസ് വ്യക്തമാക്കി. വിശദ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്ന് സൗബിൻ ഷാഹിർ പറഞ്ഞു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ ചേർന്നു. ആൻമരിയ, ഈ പറഞ്ഞതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി പണം നിക്ഷേപം സ്വീകരിക്കുന്നു, ചിലവടക്കം കൂട്ടി ലാഭവിഹിതം കുറച്ചു കാണിക്കുന്നു, ആ ലാഭവിഹിതം പോലും നൽകാൻ തയ്യാറായില്ല എന്നായിരുന്നു കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടപടികളൊക്കെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ചോദ്യം ചെയ്യാൻ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യലിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താണ് വിശദാംശങ്ങൾ? ഇനി ഇവരെ വിളിപ്പിക്കുമോ? സുഹൈൽ, ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്നാണ് മരട് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അത് സൗബിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ സൗബിൻ പറയുന്നത് വിശദ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് സൗബിൻ പറയുന്നത്. രാവിലെ ഏകദേശം ഒരു 11:20 കൂടിയാണ് സൗബിൻ ഷാഹിറും സഹനിർമ്മാതാക്കളും മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരാകുന്നത്. പിന്നീട് ഈ ഇത്ര മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇവർ മടങ്ങിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിളിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഇവർക്ക് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നാളുകളായിട്ട് നീണ്ടു നിൽക്കുന്ന വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് സൗബിൻ ഷാഹിറും സഹനിർമ്മാതാക്കളും ഇന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്. 2 തവണ ഇതിനു മുൻപ് തന്നെ മരട് പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജാമ്യം നൽകുന്നു. അതിനുശേഷം ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ അവിടെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും ഈ പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അല്ലെങ്കിൽ ആ ഹർജി റദ്ദാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, അതായത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട് എന്ന് പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആ കേസ് അല്ലെങ്കിൽ ആ ഹർജി അവിടെ ഹൈക്കോടതി റദ്ദാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുന്നതും. ഇതിനെ തുടർന്ന് ഇന്ന് സൗബിൻ ഷാഹിറും സഹനിർമ്മാതാക്കളും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതും. എന്തായാലും ചോദ്യം ചെയ്യൽ ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ വിളിപ്പിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അൻവരിയ, ഈ പറഞ്ഞതുപോലെ 100 കോടി ക്ലബ്ബിലൊക്കെ കയറിയ സിനിമയാണ്. അതിന്റെ സെലിബ്രേഷനൊക്കെ നടന്നതാണ്, മാരത്തൺ സെലിബ്രേഷനുകളായിരുന്നു. എന്നിട്ടും എന്താണ് ഈ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതെന്ന് എന്താണ് ഈ സൗബിൻ ഷാഹിറിന്റെ അടക്കം ഡിഫൻസ് ആയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഈ പറയുന്ന നിക്ഷേപം സ്വീകരിച്ചെന്ന് അവർ സമ്മതിക്കുന്നു. ലാഭവിഹിതം നൽകിയോ ഇല്ലയോ എന്ന ചോദ്യത്തിന് സൗബിൻ ഷാഹിർ അടക്കം നിരത്തുന്ന അല്ലെങ്കിൽ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന അവരുടെ വാദഗതികൾ എന്തൊക്കെയാണ്? അവരുടെ ഡിഫൻസ് എന്താണ്? നമുക്കറിയാമോ? കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് സൗബിൻ ഷാഹിറും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്ന് അവർ നേരത്തെ മുതൽ തന്നെ, അതായത് ഈ ജാമ്യാപേക്ഷ നൽകുന്നതോടനുബന്ധിച്ച് തന്നെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ജാമ്യാപേക്ഷയുമായി പോകുന്നതും. ആ സമയത്ത് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്ന മറ്റൊരു കാര്യം, ഇത് ക്രിമിനൽ കേസായി കാണേണ്ടതില്ല, ഒരു സിവിൽ കേസായി മാത്രം കണ്ടാൽ മതി എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതിയെ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ സമീപിക്കുന്നതും. പക്ഷേ പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ കൃത്യമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് 41% വിഹിതം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ തട്ടിയെടുത്തു എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്, തെളിവുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അത് ഭൂരിഭാഗം പേരും പറയുന്ന ഒരു സാഹചര്യ തെളിവുകൾ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. എന്തായാലും ചോദ്യം ചെയ്യൽ ഇനിയും തുടർന്ന് വരാനാണ് സാധ്യത. നാളെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇനി മറ്റുള്ള തുടർ നടപടികളും.